ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇതെന്തൊരു കണ്ണു കാണാനെങ്കിൽ ഒരു അവിടെ മുല്ലപ്പൂ ഉണ്ടല്ലേ. എന്തൊരു വിശേഷോടി നാളെ ചേച്ചി ഒരു തെരണ്ടുള്ളി കല്യാണം അതിട്ട് ഞാൻ അവിടെ ഉടയ്ക്കാതെ. തെരണ്ടുള്ളി കല്യാണോ? അതെന്തൊരു പെൺകൊച്ചു മെച്ചൂരിറ്റി ആയി ചേച്ചി. മെച്ചൂരിറ്റി ആയ കല്യാണം ഉണ്ടാ? എന്തോ ഷീമേന്ന് വന്ന ഇതൊന്നും അറിയാത്തെ. പിന്നെന്തൊരു പ്രായമായെന്ന് അതിന്റെ ചടങ്ങ്. ഓ അതിന്റെ ചടങ്ങിന് പോവാനാണ്. എവിടെ? കാപ്പില്. എന്റെ ഭഗവാനെ, അതൊക്കെ എന്റെ മക്കള്. ദൈവമേ, എന്തോ ഒരു ചടങ്ങായിരുന്നു. കണ്ടേ, അമ്പലത്തിലെ പൂച്ചയൊക്കെ വന്ന് മാലയൊക്കെ ഇട്ട് ഭയങ്കര സത്യയും തള്ളിയതാണ്. നീ വന്നതല്ലേ രാജി ആ കാര്യങ്ങൾക്ക്. പിന്നെ നീ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത്? ഞങ്ങളുടെ ഇതില് ഞങ്ങൾക്ക് ഇത്ര വലിയ ചടങ്ങൊന്നുമില്ല. ഞങ്ങള് പാവപ്പെട്ടവരാണേ. നിന്റെ മോളായപ്പോഴത്തേക്ക് ചടങ്ങൊന്നും ഇല്ലായിരുന്ന? ഞങ്ങളുടെ വീടിന്റെ അയലത്ത് 10-15 വീട്ടില് അറിയിപ്പിച്ച് ഇച്ചിരി പച്ചരി മേടിച്ച് പായസം വെച്ച 10-15 വീട്ടുകളിൽ കൊടുത്തു. നീ പറഞ്ഞെ ഈ 10-15 വീട്ടിൽ ഇച്ചിരി പച്ചരി ഇട്ട് പായസം വെച്ച് നീ കൊണ്ട് കൊടുത്തെന്തിന്? അവര് വല്ലതും കൊണ്ടുതരുമല്ലേ. അവര് വല്ലതും കൊണ്ടുവരുന്ന പറഞ്ഞ അതൊക്കെ ചെയ്യാൻ നിനക്കാവുമായിരുന്ന? പിന്നെ നീ കൂടുതൽ സംസാരിക്കരുത്. ഇവിടുന്ന് ഇതേ രാജി, ഈ മൊട്ടുകള് സഹിതം നീ എവിടെ നടിപ്പിച്ചത്? എടേ, ഇത് കുമാര ചേച്ചിയുടെ പൂവല്ലേ രാജി? ഇതെല്ലാം കുമാര ചേച്ചിയുടെ പേരെഴുതി വെച്ചു. കുമാര ചേച്ചിയുടെ പേരെഴുതിയല്ല ഈ മുല്ലപ്പൂവെല്ലാം കുമാര ചേച്ചിയുടെ. ദൈവമേ, ആ മൊട്ട് സഹിതം വെച്ചിക്കൊണ്ടുവന്ന് ചുമ്മാതേണ്ട കുമാര ചേച്ചി ആ കൊച്ചിന് ഇച്ചിരി പൂ കെട്ടിക്കൊടുക്കാൻ നോക്കിയപ്പോ ഒരു കരിമൊട്ട് പോലും അതില്ലായിരുന്നു. നിന്നാണ് രാജി ഈ സംഗതി ഞാൻ കുമാര ചേച്ചിയുടെ അടുത്ത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കൂല. നിന്റെ അത്ര കൊള്ളൂല നിന്റെ ഈ സ്വഭാവം. നിങ്ങൾ ഈ കിടന്ന് തുള്ളണ്ട. നിങ്ങളിത് പറയുമല്ല. നാളെ നിങ്ങൾ എന്റെ അടുത്ത് രാജി മോളെ ഈ ചൂട് വെള്ളം അരിവിറ്റിയ വെള്ളമൊക്കെ കളയെന്ന് പറയല്ല. ഞാൻ ആ മുല്ലയുടെ മൂട്ടി ഒഴിക്കും. മൂട്ടി ഒഴിച്ചിട്ട് ഈ പ്രാവശ്യം നിങ്ങൾ പിച്ചതേ ഉള്ളൂ. അടുത്ത പ്രാവശ്യം തൊട്ട് നിങ്ങൾ പിന്നെ അതുമല്ല നിങ്ങൾ ഇങ്ങനെ നടന്നു തുള്ളാന്തോ. നിങ്ങൾക്ക് മെമ്പർ കവറിനകത്ത് വാരിക്കൊണ്ടു വരുന്നത് ഞാൻ കണ്ടതല്ലേ എന്റെ കണ്ണില്. എന്തൊരു മെമ്പർ വാരിക്കെട്ടിക്കൊണ്ടു വരുന്നത് ഞാൻ കണ്ടേ. ചേർത്ത് ഞാൻ പറയൂ രാജി, നീ എന്ത് ചെയ്താലും നിങ്ങൾ ഈ മുലയുടെ തന്നെ തുള്ളാതെ നിങ്ങൾ ഇത് പറഞ്ഞിട്ട് വരുമല്ല പെണ്ണുപിള്ളേ. ഈ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞ ഇനി രാജി ഞാൻ പറയും ഈ രാജി ഇന്നവിടെ പുറമണിക്ക് കിട്ടത്തില്ല. കണ്ടോ?